ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ അടുത്ത ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത സെയിം പ്രോഗ്രാം തന്നെയാണ്, അതിൽ ചെറിയൊരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് 3 ഡെസിമൽ നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. 3 ഡെസിമൽ നമ്പേഴ്സിന്, അതായത് 3 ഡെസിമൽ നമ്പേഴ്സിന് ഇൻപുട്ടായിട്ട് കൊടുക്കണം. അതിൻ്റെ സമ്മ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം. ആവറേജ് അപ്പോൾ അതിൻ്റെ ഒരു അൽഗോരിതം പോലത്തെ ഒരു സ്റ്റെപ്സാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അൽഗോരിതത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാനുവലി ആവറേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം എന്ന് പറഞ്ഞാൽ 3 നമ്പേഴ്സ് ഇൻപുട്ടായിട്ട് വേണം. 3 ഡെസിമൽ നമ്പേഴ്സ് എന്ന രീതിയിലാണ് നമ്മൾ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യണം. സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 3 വേരിയബിൾസിൻ്റെയും കൂടെ സമ്മ് ആഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ആ കിട്ടുന്ന സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആവറേജ് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ആ സമ്മിനെയും ആവറേജിനെയും ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം റൺ ചെയ്യപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ ഔട്ട്പുട്ട് സ്ക്രീനാണ് ഞാനിവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ആദ്യം എൻ്റർ 3 ഡെസിമൽ നമ്പേഴ്സ് എന്ന ടെക്സ്റ്റ് ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 3 വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. 4.5, 3, 5.3. ഇവിടെ ഈ 3 സത്യം പറഞ്ഞ ഒരു ഇൻറ്റീജർ നമ്പറാണ്, പക്ഷേ അതും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ അങ്ങ് അക്സെപ്റ്റ് ചെയ്തോളും. 3 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താലും 3.0 എന്നുള്ള രീതിയിൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തോളും. ഇപ്പോൾ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ ആണ് അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിലും നമുക്ക് ഇൻറ്റീജർ വാല്യൂസ് അതിന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം ഇൻറ്റീജർ നമ്പറും ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള നമ്പറാണല്ലോ. 3 എന്ന് പറഞ്ഞാൽ 3.0 ആണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ നമ്പറായിട്ട് നമ്മൾ 3 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. മൂന്നാമത്തെ നമ്പർ 5.33 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ 3 വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കപ്പോഴേക്കും അടുത്ത ഇൻസ്റ്റൻറ്റിൽ തന്നെ അടുത്തൊരു ലൈനായിട്ട് അത് അപ്പിയർ ചെയ്യുന്നു. സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആൻസർ, അതിൻ്റെ സമ്മും അത് കഴിഞ്ഞ് ആവറേജും എത്രയാണെന്ന് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. ആ പ്രോഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ള പ്രോഗ്രാമാണ് നമ്മൾ എഴുതുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിംഗ് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ പേടിയായിരിക്കും. പക്ഷേ ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ മുമ്പ് പഠിച്ച ആ സെയിം പ്രോഗ്രാം തന്നെയാണ്. അതിൻ്റെ ചെറിയൊരു മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടേ ഉള്ളൂ ഈ പ്രോഗ്രാമിൽ. അപ്പോൾ നോക്കാം. അപ്പോൾ ഈ ഔട്ട്പുട്ട് സ്ക്രീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കതിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രോഗ്രാം എഴുതി തുടങ്ങുമ്പം ഞാൻ പറഞ്ഞു, ഏറ്റവും ആദ്യം എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ #include_studio.h എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. #include_studio.h ആംഗിൾ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് ഹെഡർ ഫയൽ നമ്മൾ മെൻഷൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഏത് C പ്രോഗ്രാം എഴുതിയാലും അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ #include_studio.h എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ എഴുതുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ജസ്റ്റ് വെറുതെ ഷോയ്ക്ക് വേണ്ടി, ടീച്ചറിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഷോ കാണിക്കാൻ വേണ്ടിയോ ആയിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആയതുകൊണ്ട് ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. കമ്പ്യൂട്ടർ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്യും. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമൻസിൻ്റെ, ഈ പ്രോഗ്രാം വായിക്കുന്ന ആൾക്ക് മനസ്സിലാവാൻ വേണ്ടി വെറുതെ ഷോയ്ക്ക് വേണ്ടി എഴുതിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ ക്വസ്റ്റ്യനായിട്ട് എന്താണോ കിട്ടിയത് ആ ക്വസ്റ്റ്യനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെഡ്യൂസ്ഡ് ഫോമിനെ നമുക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതാനായിട്ടുള്ള സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ /* എന്ന് എഴുതിയിട്ട് വേണം ആ ഡിസ്ക്രിപ്ഷൻ എഴുതി തുടങ്ങിയിട്ട്. അപ്പം സാമ്പിൾ C പ്രോഗ്രാം ടു ആഡ് 3 ഡെസിമൽ നമ്പേഴ്സ് ആൻഡ് കാൽക്കുലേറ്റ് ദി ആവറേജ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാനൊരു ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതിയത്. എന്നിട്ട് അവിടെ *# എന്നും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ 2 /* അതിൻ്റെ ഇടയിൽ വരുന്ന സംഭവം, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അത് എക്സിക്യൂട്ട് ചെയ്യത്തേയില്ല. കമ്പൈലർ കംപ്ലീറ്റ് ആയിട്ട് അതിനെ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വെറുതെ ഷോയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എങ്കിലും പ്രോഗ്രാം റൺ ആയിക്കോളും. ഇത് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു തന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് കൊടുത്തത്. മൂന്നാം സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റ് മെയിൻ. ഇത് ഞാൻ പറഞ്ഞു എല്ലാ C പ്രോഗ്രാമിലും ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമായും വേണമെന്ന് പറഞ്ഞു. ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞു, മെയിൻ ഫംഗ്ഷൻ നിർബന്ധമായും വേണമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റ് മെയിൻ എന്ന് നമ്മളിവിടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. ഇൻറ്റ് മെയിൻ എഴുതി 2 ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്, സിമ്പിൾ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ലൈനിൽ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രേസസ് എന്ന് പറയുന്ന കേർലി ബ്രാക്കറ്റ് നമ്മൾ അടുത്ത ലൈനിൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് അടുത്ത ലൈനിലാണ് കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതി തുടങ്ങിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു 3 ഡെസിമൽ വാല്യൂസ് ഇൻപുട്ടായിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സമ്മും ആവറേജും ഇത് രണ്ടും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയും വേരിയബിൾസ് നമുക്ക് വേണം. അപ്പോൾ ഇതെല്ലാം ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് ആണ് വേണ്ടത്. ഇതിപ്പം 3 എണ്ണവും ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് അല്ല, ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള. കാരണം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് 3 ഡെസിമൽ നമ്പേഴ്സ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് 3 എണ്ണം വേണം. അപ്പോൾ ഇതൊക്കെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ളതായതുകൊണ്ട് അതിൻ്റെ സം എടുക്കപ്പോൾ കിട്ടുന്ന റിസൾട്ടും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. ആവറേജ് ഒബ്വിയസ്ലി ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ആയിരിക്കും, ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്യാനും
സം എന്നും ആവറേജ് എന്നും പറയുന്ന പേരിലുള്ള വേരിയബിൾ നമ്മൾ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ വേണം ഡിക്ലെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ആ സ്റ്റെപ്പാണ് നമ്മൾ ആദ്യമായിട്ട് ഈ വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ആദ്യമായിട്ട് എഴുതുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഫ്ലോട്ട് A, B, C, സം, ആവറേജ് എന്ന് പറഞ്ഞിങ്ങനെ നീട്ടി ഇങ്ങനെ എഴുതി. അപ്പോൾ നമുക്ക് വേണ്ട ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന എല്ലാ വേരിയബിൾസും നമ്മൾ ആദ്യം തന്നെ അങ്ങ് ഡിക്ലെയർ ചെയ്ത് മെയിൻ ഫംഗ്ഷൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ എല്ലാം അങ്ങ് ഡിക്ലെയർ ചെയ്തു. എല്ലാം ഫ്ലോട്ടായിട്ട് തന്നെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഡിക്ലെയർ ചെയ്ത് ആ സ്റ്റേറ്റ്മെൻറ്റ് തീരുമ്പോൾ സെമിക്കോളന് കൂടെ ഇട്ടോണം. അത് ഓർമ്മയിൽ കാണുമല്ലോ, സെമിക്കോളന് ഇട്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തീർന്നു എന്നാണ്. ഇനി അടുത്ത ലൈനിൽ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അതിനുവേണ്ടി പ്രിൻ്റ് എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നു. പ്രിൻ്റ് എഫ് എന്ന് എഴുതി ബ്രാക്കറ്റ് ഇട്ട് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് എൻ്റർ 3 ഡെസിമൽ നമ്പേഴ്സ് എന്നിവിടെ കോളം കൂടെ ഉണ്ട്. എൻ്റർ 3 ഡെസിമൽ നമ്പേഴ്സ് എന്ന് എഴുതി ഡബിൾ കോട്ട്സ് അതിട്ട് ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്തു, സെമി കോളം കൊടുത്തു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു ടെക്സ്റ്റ് നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ കീബോർഡിൽ 3 വാല്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ 3 വാല്യൂസിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഈ സ്കാൻഎഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കാൻഎഫ് എന്ന് സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാം നമ്മുടെ കമ്പൈലർ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഈ ടെക്സ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് അടുത്ത ഈ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോഴാണ് നമ്മുടെ കീബോർഡ് വഴിയുള്ള ഇൻപുട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ടെക്സ്റ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ എൻ്റെ കീബോർഡ് വഴി ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു പോകും. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിവിടെ വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നത്. അതായത് കഴ്സർ അവിടെ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം ഈ സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈ 3 വാല്യൂസ് ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സ്കാൻഎഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. സ്കാൻഎഫ് എന്ന് എഴുതി സിമ്പിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ സിൻറ്റാക്സ് എല്ലാം നിങ്ങൾ ഓർത്തിരുന്നോണം. സ്കാൻഎഫ് എന്ന് എഴുതിയാൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം ഉടനെ തന്നെ. സ്കാൻഎഫ് എന്ന് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഡബിൾ കോട്ട്സ് ഇട്ടു, എന്നിട്ട് പെർസെൻറ്റേജ് ഓഫ് 3% ഇട്ടിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ 3 ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസ് ഇൻപുട്ടായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പെർസെൻറ്റേജ് ഓഫ് ഇട്ടത്. എന്നിട്ട് ഒരു ഡബിൾ കോട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 3 വാല്യൂസാണ് ഇൻപുട്ടായിട്ട് വേണ്ട. എന്നിട്ടൊരു കോമ ഇടുന്നു, എന്നിട്ട് %A, %B, %C. അതായത് നമ്മൾ ഈ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് A എന്ന വേരിയബിളിലും രണ്ടാമത്തെ വാല്യൂ B എന്ന വേരിയബിളിലും മൂന്നാമത്തെ വാല്യൂ C എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഇതേ ഓർഡറിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യം ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ B എന്ന വേരിയബിളിലാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യമേ %B എന്ന് പറഞ്ഞ് എഴുതണമായിരുന്നു. അപ്പോൾ എങ്ങനെയാണോ ഈ ഓർഡറിൽ എഴുതുന്ന ആ ഓർഡറിലായിരിക്കും നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന വാല്യൂസും സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഇവിടെ AND A, AND B, AND C എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ആൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ അഡ്രസ്സാണ്. ഈ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ അഡ്രസ്സിനെ പറ്റി നമ്മളിപ്പം കൂടുതൽ പഠിക്കുന്നത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുക. സ്കാൻഎഫിൻ്റെ കൂടെ വേരിയബിളിൻ്റെ പേര് എഴുതുമ്പോൾ ഈ ആൻഡിൻ്റെ സിമ്പിളും കൂടെ എഴുതണം എന്ന് മാത്രം തൽക്കാലം ഓർത്തിരുന്നാൽ മതി. അപ്പം വാല്യൂസ് എല്ലാം ഇൻപുട്ട് ചെയ്തു. ഇനി വേണം നമ്മൾ സമ്മും ആവറേജും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെല്ലാം മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ്. അത് നമ്മളിവിടെ സിമ്പിളായിട്ട് കൊടുത്തു. സം ഈക്വൽ ടു A + B + C എന്നിവിടെ നമ്മൾ എഴുതി സെമിക്കോളൻ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് സമ്മിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സംഭവം എന്തെന്ന് പറഞ്ഞാൽ ഈ ഈക്വൽ ടു സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിലുള്ള എക്സ്പ്രഷൻ ആയിരിക്കും അത് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിലുള്ള പോർഷൻ ആയിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ A + B + C. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്താണോ അതിനെ സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. അതാണ് രീതി. ഈ ഈക്വൽ ടു സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന പോർഷനെ എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്താണോ അത് സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ സമ്മ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ സം വെച്ചിട്ടാണ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആവറേജ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളൊരിക്കലും സം ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു ആവറേജ് എന്ന് കൊടുക്കത്തില്ല. കാരണം അങ്ങനെ കൊടുത്താൽ എറർ കാണിക്കാം. സംഭവം എന്ന് വെച്ചാൽ ഈ ഈക്വൽ ടു സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന പോർഷൻ ആയിരിക്കും കമ്പൈലർ എപ്പോഴും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം സം ബൈ 3 ഈക്വൽ ടു ആവറേജ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈക്വൽ ടു ആവറേജ് എന്നായിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിന് യാതൊരു അർത്ഥവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആവറേജ് ഈക്വൽ ടു സം ബൈ 3 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവറേജ് ഈക്വൽ ടു സം ബൈ 3 എന്ന് കൊടുക്കുമ്പോഴേക്കും സം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എത്രയാണോ അതിനെ 300 ഡിവൈഡ് ചെയ്യും. ആ കിട്ടുന്ന ആൻസറിനെ ആവറേജ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ സമ്മും ആവറേജും ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ട് മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. എന്നിട്ട് അടുത്തത് പ്രിൻ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും എഴുതുകയാണ്. നമ്മൾ ഈ ഔട്ട്പുട്ട് ഫൈനൽ ഈ ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി പ്രിൻ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് ആർ എന്ന് പറഞ്ഞിട്ട് ബാക്കി വരുന്നിടത്താണ് ഇത് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ആ വാല്യൂസ് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി %.2f ആൻഡ് %.2f എന്ന് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയാണ് %f എന്ന് കൊടുത്തിട്ടുള്ളത്. വെറും %f എന്ന് കൊടുത്തില്ല, വെറും %f എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 6 ഡെസിമൽ പ്ലേസ് ഉള്ള വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. നമുക്കിവിടെ 2 ഡെസിമൽ പ്ലേസ് ഉള്ള വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി %.2f എന്ന് എഴുതി, %.2f ആൻഡ് %.2f എന്ന് എഴുതി ഡബിൾ കോട്ട്സ് ഇട്ട് അത് സ്റ്റോപ്പ് ചെയ്ത് പ്രിൻ്റ് എഫ് എന്ന് ഡിസ്പ്ലേ ചെയ്യേണ്ട ആ പോർഷൻ ക്ലോസ് ചെയ്തിട്ട് കോമ ഇട്ടിട്ട് സം കോമ ആവറേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ %2f വരുന്ന പോർഷനിലായിരിക്കും സമ്മിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത്. രണ്ടാമത്തെ %.2f എന്ന് പറയുന്ന ആ പോർഷനിലായിരിക്കും ആവറേജ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതേ ഓർഡറിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യമേ സമ്മ് ഡിസ്പ്ലേ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സമ്മ് കാണിക്കാൻ വേണ്ടിയാണ് ആദ്യമേ ഇവിടെ സമ്മ് എഴുതുക. കോമ ആവറേജ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആ പോർഷനിൽ അവിടെ ആയിരിക്കും ഈ ആവറേജ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സം കോമ ആവറേജ് എന്ന് എഴുതി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമികോളൻ ഇട്ടു. എന്നിട്ട് അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് റിട്ടേൺ 0 സെമികോളിന് കൂടെ ഇട്ടിട്ട് ഈ കേർലി ബ്രാക്കറ്റ് ഇട്ടു. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് സ്ക്രീൻ കിട്ടുന്നത്. അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രോഗ്രാം ഒന്നും എക്സാമിന് ചോദിക്കത്തേയില്ല, കാരണം ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് നമ്മുടെ ബേസ് എന്ന രീതിയിൽ പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമിൽ നിന്ന് വേണമല്ലോ പഠിച്ചു തുടങ്ങാൻ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനത്തെ 1-2 പ്രോഗ്രാംസ് നമ്മൾ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാംസ് നോക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഒരു 3 ഡെസിമൽ നമ്പേഴ്സിൻ്റെ വാല്യൂസ് ഇൻപുട്ടായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സമ്മം ആവറേജ് എല്ലാം ഡിസ്പ്ലേ ചെയ്യാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം. ഇനി ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് പോലെ ഒരെണ്ണം തരാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മളിവിടെ .2f എന്നാണ് കൊടുത്തത്. അതിന് പകരം വെറും %f എന്നാണ് കൊടുക്കുന്നുവെങ്കിൽ ഇവിടെ വെറും %f എന്നാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൊടുക്കുന്നുവെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. സെയിം ഇൻപുട്ടിന് തന്നെ നമുക്ക് കിട്ടുന്ന ആൻസർ ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 12.830000 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അതായത് 6 ഡെസിമൽ പ്ലേസ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആവറേജ് 4.276667 എന്നൊരു വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്രത്തോളം ആക്യുറസി, ഇത്രത്തോളം ഡെസിമൽ പ്ലേസസ് ഒന്നും വേണ്ട. അതുകൊണ്ടാണ് നമ്മുടെ ഒരു 0.2 കൊടുക്കുന്നത്. 0.2 കൊടുക്കുകയാണെങ്കിൽ ഇതവിടെ 12.83 എന്നും 4.28 എന്നും പറഞ്ഞുള്ള ആൻസർ അങ്ങനെ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് പോലെ ഒരു സംഭവം തരാം. ഇത് അസൈൻമെൻ്റ് ഒന്നുമല്ല, ഇത് നിർബന്ധമായി നിങ്ങൾ വയ്ക്കണം എന്നുമില്ല. പ്രോഗ്രാമിംഗ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് ഇങ്ങനെ ഒരു ഹോംവർക്ക് പോലെ ഒരു പ്രോഗ്രാം തരുന്നത്. ഇത് നിങ്ങൾ തന്നെ എഴുതി നോക്കി പ്രോഗ്രാം റൺ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു ഓൺലൈൻ കമ്പൈലറിൽ റൺ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ മറ്റേ കോഡ് ബ്ലോക്സ് എന്ന സോഫ്റ്റ്വെയർ റൺ ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് നോക്കുക. കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നില്ല, എന്തെങ്കിലും എറർ കാണിക്കുകയാണെങ്കിൽ കോഡ് എനിക്ക് സെൻഡ് ചെയ്ത് തരിക. ഞാൻ ചെക്ക് ചെയ്തിട്ട് മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ ഹോംവർക്ക് എഴുതേണ്ട പ്രോഗ്രാം എന്തിനാണെന്ന് പറഞ്ഞാൽ റേഡിയസ് നമുക്ക് ഇൻപുട്ടായിട്ട് തരും. ഒരു സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് ഇൻപുട്ടായിട്ട് തരുന്നു. അതിൻ്റെ ഡയമീറ്ററും ഏരിയയും എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിൻ്റെ അൽഗോരിതം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം 6, അതായത് റേഡിയസ് മാത്രമാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അതിന് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് πr². ആ ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. പൈക്ക് പകരം 3.14 എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇൻറ്റു ആർ. ഈ ഇൻറ്റു ആണ് ഈ സ്റ്റാർ എന്ന സിമ്പിൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3.14 സ്റ്റാർ ആർ എന്ന് പറഞ്ഞാൽ πr² എന്ന ഇക്വേഷനാണ് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏരിയ. അതുപോലെ തന്നെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × r. നമ്മൾ വെറുതെ 2r എന്ന് കൊടുത്താൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തില്ല. 2 × r, അതായത് 2 സ്റ്റാർ r എന്ന് കൊടുത്താൽ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഏരിയയും ഡയമീറ്ററും കണ്ടെത്തുക, എന്നിട്ട് അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അപ്പോൾ ഇതാണ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് എനിക്ക് വേണ്ടതെന്ന് കരുതുക. ആദ്യം എൻ്റെ ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു വാല്യൂ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇത് ഡെസിമൽ പ്ലേസ് ഉള്ള നമ്പർ ആയിരിക്കും നമ്മൾ മിക്കവാറും ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ വേണം നമ്മൾ ഡിക്ലെയർ ചെയ്യാനായിട്ട് ഈ ഒരു വേരിയബിൾ. എന്നിട്ട് അതിൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഏരിയ അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഈ ഡയമീറ്ററിനും ഏരിയയ്ക്കും വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്കൊരു വേരിയബിൾ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഡയമീറ്ററിന് ഒരു അഡീഷണൽ വേരിയബിൾ നമുക്ക് ഡിക്ലെയർ ചെയ്യാം, ഏരിയയ്ക്കും വേണമെങ്കിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അതല്ല എങ്കിൽ printf എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റായിട്ട് ഈ ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു, വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാതെ തന്നെ ഔട്ട്പുട്ട് കാണിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും കറക്റ്റ് ആൻസർ കിട്ടണം. ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ടാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുകയെന്ന് നോക്കുക. അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, എന്താണ് നിങ്ങൾ എഴുതിയ പ്രോഗ്രാമിൽ എന്താണ് മിസ്റ്റേക്ക് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ താല്പര്യമുള്ളവർ, പ്രോഗ്രാമിൽ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ ഇങ്ങനെ എഴുതി നോക്കിയാൽ മാത്രമേ
അത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ വീഡിയോ ചുമ്മാ കണ്ടുകൊണ്ടിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. പ്രോഗ്രാം കാണാതെ എഴുതണം. കാണാതെ എഴുതാൻ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ ജസ്റ്റ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ചുമ്മാ കണ്ടുകൊണ്ടിരുന്നാൽ പഠിക്കാനൊക്കത്തില്ല. സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കണം. കാണാതെ എഴുതാനായിട്ട് ശ്രമിക്കണം. മുമ്പത്തെ വീഡിയോസൊക്കെ നോക്കി നിങ്ങൾ എഴുതിയാൽ മതി. അങ്ങനെ എഴുതാൻ ശ്രമിച്ച് അത് റൺ ചെയ്ത് നോക്കി ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ആൻസർ കിട്ടുന്നില്ല, നിങ്ങൾ എത്ര ശ്രമിച്ചിട്ട് ആൻസർ കിട്ടുന്നില്ല, എന്തോ ഒരു സിൻടാക്സ് എറർ ഇതിലുണ്ട് എന്നൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ആ കോഡ് എനിക്ക് അയച്ചു തന്നാൽ മതി. ഞാൻ അതിന് മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിച്ച് തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നിർബന്ധമായി നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.